10 PSC questions in 10 minutes-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 6 ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് അറിയാമോ? വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓർ ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രോണിക്സിന്റെ ജൂൺ 12 2023 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. An operational amplifier with a gain of -10 and input resistance Ri equal to 10 kilo ohm, the feedback resistance is. ഓക്കെ, അപ്പൊ ഗെയിന് -10 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഗെയിൻ ഓഫ് എൻ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ഇസ് ഗിവൺ ബൈ -RF/Ri. Ri എന്ന് പറയുന്നത് 10 കിലോ ഓം എന്ന് തന്നിട്ടുണ്ട്. ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറയുന്നത് -10 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ RF എത്രയാണെന്നാണ് ചോദ്യം. എത്ര ഡിവൈഡഡ് ബൈ 10 കിലോ ഓം ആണ് -10 എന്ന് വരിക? അതായത് നമുക്ക് 100 കിലോ ഓം എന്ന് അറിയാം അല്ലേ? അപ്പൊ 100 കിലോ ഓം ആണ് ആൻസർ. ഇവിടെ മൈനസ് എന്നൊക്കെ നമുക്ക് പലതും തരും കേട്ടോ. പക്ഷെ റെസിസ്റ്ററിൽ ഓർക്കുക മൈനസ് ഒന്നും ഇല്ല. റെസിസ്റ്റേഴ്സിനൊക്കെ പോസിറ്റീവ് വാല്യൂസേ ഉണ്ടാവുള്ളൂ. നെഗറ്റീവ് എന്ന് പറയുന്നത് ഗെയിൻ ആണ്. അത് ഇൻവേർട്ടിംഗ് ലേക്ക് ഇപ്പോൾ മൈനസും പ്ലസും ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടെയാണ് Ri എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, അപ്പൊ RF എവിടെയാണ്? ഇവിടെയാണ് RF വരുന്നത്. അപ്പോൾ ഇത് നെഗറ്റീവിലല്ലേ, നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലേ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് VO എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ഓഫ് ഗെയിൻ ഇൻറ്റു മൈനസ് ഓഫ് Vin ആണ്. ഓക്കെ, ഇൻപുട്ടിന്റെ നേരെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലാണ് ഔട്ട്പുട്ട് വരിക എന്ന് മാത്രമേ ഈ മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഇൻവെർട്ടിംഗ് മോഡിലാണ് വർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. റെസിസ്റ്ററിന്റെ വാല്യൂ ഒന്നും നെഗറ്റീവ് വരൂല. ഓക്കെ, ആൻസർ ഇസ് 100 kilo ohm. The next question, in which state PLL tracks any change in input frequency? Okay, the PLL tracks any change in input frequency ഏത് റേഞ്ചിലാണ്? ക്യാപ്ചർ റേഞ്ച് ആണോ ലോക്ക് റേഞ്ച് ആണോ എന്നാണ് നമുക്ക് ഡൗട്ട്. പുള്ളിംഗ് ടൈമും ഹിസ്റ്ററിസിസും അല്ലാന്ന് നമുക്കറിയാം അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം ഉത്തരം എന്താണ്. ക്യാപ്ചർ റേഞ്ച് എന്താണെന്നറിയോ? റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഓവർ വിച്ച് PLL വിച്ച് ക്യാപ്ചർ ദി ഇൻപുട്ട് സിഗ്നൽ അല്ലെങ്കിൽ അക്വയർ ഇൻപുട്ട് സിഗ്നൽ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ക്യാപ്ചർ റേഞ്ച് ആണെന്ന് പറയാം. ഇനി ലോക്ക് റേഞ്ച് എന്താണെന്നറിയോ? ഇറ്റ് ഇസ് എ ഫ്രീക്വൻസി ഓവർ വിച്ച് PLL വിൽ ട്രാക്ക് ദി ഇൻപുട്ട് ഫ്രീക്വൻസി സിഗ്നൽ, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഇൻപുട്ടിന്റെ ലോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയം അതിനെയാണ് ലോക്ക് റേഞ്ച്. മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫ്രീക്വൻസി അതിനെയാണ് ലോക്ക് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് റിമെയിൻസ് ലോക്ക് ഇസ് റെഫേർഡ് ടു ആസ് PLL ലോക്ക് റേഞ്ച്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ലോക്ക് റേഞ്ച് എന്നാണ്. ഇനി പുള്ളിംഗ് ടൈമും കൂടെ പറഞ്ഞുതരാം. അതെന്താണ്? PLL നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിന് ലോക്ക് കിട്ടൂല. ഓക്കെ, കുറച്ചു നേരം കഴിഞ്ഞിട്ടൊക്കെ അത് ലോക്ക് ആവുള്ളൂ. ആ ടൈം ടേക്കൺ ടു എസ്റ്റാബ്ലിഷ് ലോക്കിനെയാണ് എന്ത് പറയുന്നത്? പുള്ളിംഗ് ടൈം എന്ന്. ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത് PLL-ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി വെക്കുക. ലോക്ക് റേഞ്ചിനേക്കാളും ചെറുതായിരിക്കും ക്യാപ്ചർ റേഞ്ച്. അത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ABCDEFGHIJKLMNOP എന്നൊക്കെ പഠിക്കുമ്പോഴേ C കഴിഞ്ഞിട്ടല്ലേ L വരിക. അപ്പൊ C എന്ന് പറയുന്നത് കുഞ്ഞനല്ലേ? അപ്പൊ C ക്യാപ്ചർ റേഞ്ച് കുഞ്ഞനാണ്, ലോക്ക് റേഞ്ച് ആണ് വലുത്. ഓക്കെ, അപ്പോൾ ക്യാപ്ചർ റേഞ്ചിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ 0 മുതൽ ഫ്രീക്വൻസി കൂട്ടി വരുമ്പോൾ ക്യാപ്ചർ റേഞ്ചിന് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താവും അറിയോ? ഇത് ലോക്കാവും. നമ്മുടെ ഫ്രീക്വൻസി ലോക്കാവും. അത് കഴിഞ്ഞ് അടുത്ത ലോക്ക് റേഞ്ച് വരെ അത് ലോക്കാവും. ഓക്കെ, ഇനി അവിടെ നിന്ന് ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് നമ്മൾ മാക്സിമം ഫ്രീക്വൻസിയിൽ നിന്ന് ഡിക്രീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ FC2 മുതൽ അതങ്ങോട്ട് ലോക്കായി തുടങ്ങിക്കഴിഞ്ഞാൽ, അത് ലോക്ക് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ FL1 വരെ അത് ലോക്കായിരിക്കും. അതായത് അപ്പൊ എവിടം വരെയാണ് ലോക്ക് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് റേഞ്ച് ഇവിടം വരെയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. Which of the following statement is correct for 555 IC timers? It operates in single mode, it operates in 2 modes, it operates in 3 modes, it operates in 4 modes. 555 IC എത്ര മോഡിൽ ഓപ്പറേറ്റ് ചെയ്യും? ടൈമർ, IC ടൈമേഴ്സ് എത്ര മോഡിലാണ്? സ്റ്റേബിൾ, മൾട്ടി വൈബ്രേറ്റർ, മോണോ സ്റ്റേബിൾ ആൻഡ് ബൈസ്റ്റേബിൾ. അപ്പൊ എത്ര മോഡായി? 3 മോഡായി. അതാണ് നമ്മുടെ ഉത്തരം. 3 ആണ് ഉത്തരം. അപ്പൊ ഓൺലി 3 C ആണ് ഉത്തരം. അപ്പൊ C is the answer. Next question. What instrument is used to amplify the output signal of a transducer? ട്രാൻസ്ഡ്യൂസറിന്റെ ഔട്ട്പുട്ട് സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്താണ്? പീക്ക് ഡിറ്റക്ടർ ആണോ? അല്ല. ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ആണോ? അതെ കേട്ടോ. ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ is used to amplify the output signal of a transducer. പക്ഷേ ഇത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്യാൻസൽ ചെയ്തതായിട്ട് കണ്ടു കേട്ടോ. പക്ഷെ ഇതിന്റെ ഉത്തരം ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ആണ് എന്തായാലും. അടുത്ത ചോദ്യം,
In an R2R ladder DAC, the typical value of R ranges from ഇത് ലാബിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലാബ് മാനുവലിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ആറിൻ്റെ വാല്യൂ നമ്മൾ 2.5 കിലോ മുതൽ 10 കിലോ വരെ നമ്മൾ എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ 2.5 കിലോ ടു 10 കിലോ ആണ് R2R ലാഡറിൻ്റെ ഈ ആറിൻ്റെ വാല്യൂ. 2Rൻ്റെ വാല്യൂ അപ്പോൾ എവിടെ മുതൽ എവിടം വരെ ആവാം? 5 to 20 കിലോ വരെ ആവാം. ഇത് 2.5 മുതൽ 10 കിലോ വരെയാണ് ആറിൻ്റെ വാല്യൂ വരുന്നത്. അടുത്ത ചോദ്യം, in which of the following oscillator can be used where high stability of frequency is required? High stable frequency എന്ന് പറയുന്നത് ഏതാണ്? ഹാർട്ട്ലി ആണോ? അല്ല. വെയിൻ ബ്രിഡ്ജ് ആണോ? അല്ലേ അല്ല. കോൾപിറ്റ്സ് ആണോ? അല്ല. ക്രിസ്റ്റൽ ആണോ? അതെ. നമുക്കറിയാം ക്രിസ്റ്റൽ ഓസിലേറ്ററിനാണ് ഏറ്റവും സ്റ്റെബിലിറ്റി ഓഫ് ഫ്രീക്വൻസി, ഹൈ സ്റ്റെബിലിറ്റി ഓഫ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി കിട്ടുന്നത് ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ നമ്മൾ മ്യൂപ്പിക്കകത്തും മ്യൂസിക്കകത്തൊക്കെ ക്രിസ്റ്റൽ യൂസ് ചെയ്യുന്നത് അല്ലേ. അടുത്തത്, find the frequency of oscillation of a Wien bridge oscillator with R equal to 20 kilo ohm and C equal to 0.0010 mu f. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ വെയിൻ ബ്രിഡ്ജിന്റെ എത്രയാണ്? 1/2π RC എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ 1/2π ഇൻറ്റു R എത്രയാണ്? 20 കിലോ ഓം ഇൻറ്റു 0.0010 ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം എപ്പോഴും 1/2π 1/π ഇതൊക്കെ എത്രയാണ് വാല്യൂസ് എന്നുള്ള ധാരണ കൃത്യമായിട്ട് നമുക്ക് വേണം കേട്ടോ. അപ്പോൾ 1/πയുടെ വാല്യൂ എത്രയാണെന്ന് അറിയാമോ? 1/π എന്ന് പറഞ്ഞാൽ 0.318 ആണ്. 1/2π അപ്പം എന്തായിരിക്കും? ഇതിൻ്റെയും പകുതി, അതായത് 0.159. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കണത് എപ്പോഴും നല്ലതാണ്. കാരണം നമ്മുടെ ഇങ്ങനത്തെ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസിലൊക്കെ 1/2π നമുക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? 0.159 ഡിവൈഡഡ് ബൈ 20K ഉണ്ട്, 0.00 എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ 20K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു 3 പൂജ്യം അങ്ങോട്ട് എടുത്ത് എഴുതുക, ഇൻറ്റു 0.0010. ഓക്കെ, അപ്പോൾ ഈ സീറോയും ഒക്കെ കളയാൻ വേണ്ടി എന്തോരം സീറോകൾ വേണം ഈ പോയിന്റ് കളയാൻ? 1 2 3 4 അല്ലേ. അപ്പോൾ 10 കിട്ടി. അപ്പോൾ 1 2 3 4 കളഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 2 ഇൻറ്റു 10 എന്നല്ലേ താഴെ വരാൻ പോകുന്നത്. അപ്പോൾ അതായത് 0.159 ഇൻറ്റു 2ഉം 10ഉം 20. ഓക്കെ, അപ്പോൾ 0.159 ഡിവൈഡഡ് ബൈ 20 എന്നല്ലേ താഴെ വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അത് ഇനി മറ്റൊരു കാര്യം കൂടെ, ഇത്രയും മൈക്രോഫാരഡ് എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ മൈക്രോഫാരഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻⁻⁶. അപ്പോൾ അത് മുകളിലേക്ക് വരുമ്പോൾ 10⁻⁶ ആയിട്ടോ. അപ്പോൾ 1 2 3 മുകളിലെ ഡെസിമൽ പോയിന്റ്സ് കളയാൻ ഒരു 3 എണ്ണം അങ്ങോട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ 159 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 20 ആണ് ഈ വരാൻ പോകുന്ന ആള് കേട്ടല്ലോ. ഇനി 159/20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 159 ഡിവൈഡഡ് ബൈ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15.9 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 15.9 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോ. എന്താണ് വരേണ്ടത്? നമുക്ക് ഫ്രീക്വൻസിയാണ്. അപ്പോൾ കിലോ ഹേർട്സ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. 15 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7.96 കിലോ ഹേർട്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൽ എല്ലാം 7.96 കിലോ ഹേർട്സ്, 790 ഹേർട്സ്, 796 കിലോ ഹേർട്സ്, 7.96 ഹേർട്സ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 7ഉം 9ഉം 6 ഒക്കെ വരും നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ബാക്കി വാല്യൂസ് എത്രയാണ്? കിലോ ഹേർട്സ് ആണോ ഹേർട്സ് ആണോ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് പെട്ടെന്ന് മനക്കണക്കിൽ ചെയ്തെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, അപ്പോൾ 7.96 കിലോ ഹെർട്സ് is answer. Next question, the output of an oscillator oscillates between off and on stages freely. It is called monostable multivibrator അല്ല, B astable multivibrator. അതെ കേട്ടോ, astable multivibrator ആണ് നമ്മൾ എന്തിനു വിളിക്കുക? ഓണോ ഓഫും സ്റ്റേജ് ഫ്രീ ആയിട്ട് ഫ്രീ റണ്ണിങ് ഓസിലേറ്ററിനെ എന്ത് വിളിക്കും? അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എന്ന് വിളിക്കും. അടുത്ത ചോദ്യം, a Schmidt trigger achieves hysteresis by utilizing Barkhujan's principle, avalanche multiplication in Zener diode. ഇതൊന്നും അല്ല കേട്ടോ. Regenerative positive feedback, അത് സത്യം. Regenerative positive feedback is the correct answer. A Schmidt trigger achieves hysteresis by utilizing regenerative positive feedback. അടുത്ത ചോദ്യം, which of the following criteria should be satisfied in order to use an amplifier as an oscillator? നമുക്കറിയാം amplifier as an oscillator എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A beta equal to 1 ആണെങ്കിൽ എന്താണ് ആംപ്ലിഫയറിന് ഓസിലേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് ചെയ്ത
വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാം. താങ്ക് യു.